ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ പവി കെയർ ടേക്കർ എന്നുള്ള ദിലീപ് വേണ്ട സിനിമ കാണാൻ വേണ്ടിയിട്ട് സ്ക്രീൻ 3 സെൻട്രൽ ടോക്കീസ് വന്നേക്കണേ. ന്യൂ സെൻട്രൽ ടോക്കീസ്. അറ്റ്മോസ് സ്ക്രീനുള്ളത് സ്ക്രീൻ 1 ആണ്, പക്ഷേ അവിടെ ആവേശം ഉണ്ടാ. പവി കെയർ ടേക്കർ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു പറയണം എന്ന് എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ ദിലീപ് ഏട്ടനും പട്ടികളും തമ്മിൽ എന്തൊരു ഭയങ്കര സിങ്ക് ഉണ്ട്. അതിപ്പോൾ CID മൂസ എടുത്ത് നോക്കിക്കോ, റിംഗ് മാസ്റ്റർ എടുത്ത് നോക്കിക്കോ, ഈ സിനിമ എടുത്ത് നോക്കിക്കോ. പട്ടിയായിട്ടുള്ള ദിലീപ് ഏട്ടൻ്റെ കോമ്പിനേഷൻ അത് ഭയങ്കര രസമായിരുന്നു. അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, പട്ടിയുടെ പേര് ബ്രോ എന്നാണ്. പക്ഷേ ആ പട്ടി എപ്പോഴൊക്കെ വരുന്നോ എനിക്ക് ഈ സിനിമയിലെ എല്ലാ പോർഷൻസും ഭയങ്കര ഇഷ്ടമായി. മേ ബി ഞാനൊരു പട്ടി വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം, ഒരു പെറ്റ് ലവർ ആയതുകൊണ്ടാവാം. പക്ഷേ എനിക്ക് ആ പോർഷൻസ് ഭയങ്കരമായിട്ട് ഞാനായിട്ട് കണക്റ്റായി. ഇതിനകത്തൊരു സീൻ, ഒരു പർട്ടിക്കുലർ സീൻ, ആ ദിലീപ് ഏട്ടനും ആ പട്ടി കുഞ്ഞായിരുന്നപ്പോഴുള്ള കുറച്ച് സീൻസ്, ഷോർട്സ് കാണിക്കുക, എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ആ സീൻസ് വർക്കൗട്ടായി. പിന്നെ ഈ സിനിമയുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ മുകുന്ദൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഈ സിനിമ ഇന്ന് 10:55 രാത്രിത്തെ ഷോ PXL PVR ഫോറമോളിലുണ്ട്. വനിതയിലൊക്കെ ഈ സിനിമ കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇവിടെ ഞാൻ കണ്ട തിയേറ്റർ 7.1 ആണ്. എന്നാൽ പോലും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് ഇത് ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ കാണാൻ എന്ത് രസമായിരിക്കും എന്നുള്ളതാണ്. അതും ലേസറിൽ കാണുമ്പോൾ, അറ്റ്മോസിൽ ഒരു നല്ല അടിപൊളി തിയേറ്ററിൽ കാണുമ്പോൾ, അതും PXL പോലെയുള്ള വനിത പോലെയുള്ള കിടിലൻ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും. എനിക്ക് പേഴ്സണലി ഇതിന് മ്യൂസിക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. എൻ്റെ അഭിപ്രായത്തിൽ ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഈ സിനിമയുടെ മ്യൂസിക്കാണ്. പിന്നെ വിനീത് കുമാർ, കരളേൻ കൈ പിടിച്ചാൽ, അതിനകത്ത് അഭിനയിച്ചേക്കണം നമ്മുടെ പൂച്ചക്കണ്ണുള്ള നടൻ മച്ചാനാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി ഇതിന് മുന്നേ 2 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ അയാൾ ഞാനല്ല, നമ്മുടെ ഫഹദ് ഡ്യുവൽ റോൾ വരുന്ന ഒരു സിനിമയാണ്. മൃദുലയൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ആ സിനിമ എനിക്ക് അത്യാവശ്യം വർക്കായ പടമാണ്. പക്ഷേ തിയേറ്ററിൽ അത്രത്തോളം അത് സക്സസ് കണ്ട ഒരു സിനിമയാണെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. സെക്കൻഡ് പടം ഡിയർ ഫ്രണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞൊരു സിനിമയാണത്. പക്ഷേ ചിലവർക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ടാണ്. ഭയങ്കര റോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതിൻ്റെ പോർട്രേ ചെയ്ത കഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ദഹിക്കാത്ത ടൈപ്പ് ഒരു കഥയാണ്. അതുകൊണ്ടാണ് ആ സിനിമക്ക് കുറേ ഹെയ്റ്റ് വന്ന, അല്ലെങ്കിൽ കുറേ പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെടാതെ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ എനിക്ക് പോലെ എൻ്റെ മുഖം ചുളുങ്ങി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. കാരണം ആ ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരു വിധത്തിൽ ഒരു ഡാർക്കായിട്ടുള്ള ഒരു പടമായി പോയി. അതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ അത്ര വർക്കൗട്ട് ആവാഞ്ഞത്. പക്ഷേ തേർഡ് ഡയറക്ടോറിയൽ വെഞ്ചറായ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അത് മെയിനായിട്ട് ഇതിനകത്ത് ദിലീപേട്ടൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. യൂഷ്വൽ ടിപ്പിക്കൽ ദിലീപേട്ടൻ മൂവീസിൽ കാണുന്ന മാനറിസംസ്, അതൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. മെയിൻലി ഈ പട്ടിയായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ ഇതിലെ നടി ആരാണെന്നുള്ളത് വലിയൊരു ഒരു ചോദ്യമാണ്. ഇതിൻ്റെ എൻഡ് പോർഷൻ ലാസ്റ്റ് 5 മിനിറ്റ്സിലാണെന്ന് റിവീലാണ്. ഇതിലെ മെയിൻ നടി ആരാണ്, ദിലീപേട്ടൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണെന്നുള്ളതാണ് ഇതിലെ ബിഗ്ഗസ്റ്റ് കഥ എന്ന് പറയണം. അതൊരു സസ്പെൻസാണ്. ആ നടി ആരാണെന്ന് റിവീൽ ചെയ്തപ്പോഴേക്കും ഞാൻ യൂഷ്വലി മിക്കതും ഞാൻ കണ്ടെത്തുന്നതാണ്, മിക്കതും എനിക്ക് നേരത്തെ മനസ്സിലാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഒരാളെ മനസ്സിൽ കണ്ടുവച്ചു. നമുക്ക് ഇങ്ങനെ ഡയറക്ടർ ഇട്ട് തരുന്നുണ്ട്, വിനീത് ഇങ്ങനെ നമുക്കൊരു 3-4 പേരെ ഇട്ട് തരും. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത ആളല്ലായിരുന്നു ലാസ്റ്റ് വന്ന ആൾ. അത് തന്നെ എന്നെ ഇമ്പ്രസ് ചെയ്തു. നമ്മൾ ടിപ്പിക്കൽ സാധനം ആയിരിക്കുന്ന പ്രതീക്ഷ എടുത്തല്ല വന്ന സംഭവം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അയാളുടെ റോളും അയാളുടെ ആക്ടിങ്ങും വളരെ കൺവിൻസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പുതുമുഖമാണ്. ഇതിനകത്ത് ഒരുപാട് പുതുമുഖങ്ങളാണ് നടികളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലവരുടെ ഡയലോഗ് ഡെലിവറി, അത് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം അഭിനയിക്കണതിൻ്റെ ഒരു സംഭവമാണെന്നുകൊണ്ട് നമുക്ക് ഇനിയും ചാൻസ് കൊടുക്കാമല്ലോ അവർക്ക്. ഇനിയും അവർ എന്ന് വെച്ചാൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടത്തിൽ തന്നെ എല്ലാവരും കറക്റ്റ് ആണോന്നില്ല. അപ്പോൾ അത് ഞാൻ മാറ്റി നിർത്തുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഡീസൻ്റായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ ഒരു പ്രധാന കഥാപാത്രം ആയിട്ടുള്ള ആ സസ്പെൻസ് ആയിട്ടുള്ള ക്യാരക്ടർ വളരെ നന്നായിട്ട് അഭിനയിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു തോട്ടിൽ വന്ന കാര്യം, ഈ സിനിമ ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും സ്വീകരിക്കും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഓഡിയൻസസിനൊക്കെ ഈ സിനിമ വളരെ ഇഷ്ടവും. പക്ഷേ യങ്ങർ ജനറേഷനിലുള്ളവർക്ക് എത്ര പേർക്ക് ഈ സിനിമ കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ടിപ്പിക്കൽ ഫാമിലി ഫൺ മൂവിയാണ്, ഫീൽ ഗുഡ് പടമാണ്. വളരെ നീറ്റായിട്ടുള്ളൊരു സിനിമയെന്ന് കൂടെ പറയേണ്ടി വരും. വളരെ സെക്ഷൽ റെഫറൻസസോ അല്ലെങ്കിൽ സെക്ഷൽ ജോക്സോ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ജോക്സൊക്കെ തീരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച്, ദിലീപ് അഭിനയിച്ച സിനിമകളിൽ വെച്ച്, ദിലീപേട്ടൻ അഭിനയിച്ച സിനിമകളിൽ വെച്ചിട്ട്
എനിക്ക് ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ടത് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പടം ഇതാണെന്ന് പറയേണ്ടി വരും. വോയിസ് ഓഫ് സത്യനാഥൻ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം ദിലീപേട്ടനായതുകൊണ്ടല്ല. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനകത്ത് സിദ്ദിഖിക്കയുടെയും നമ്മുടെ ജോജി ചേട്ടൻ്റെ അഭിനയമാണ് എനിക്ക് ആ സിനിമയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബാന്ദ്രയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, തങ്കമണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഗംഭീര പടങ്ങളായിരുന്നു അത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമയാണ് കൂടുതൽ ഇപ്പോൾ കണ്ടതിൽ, ഈ അടുത്തൊരു 4-5 കൊല്ലത്തിൽ കണ്ടതിൽ എനിക്ക് ദിലീപേട്ടൻ്റെ ഇഷ്ടപ്പെട്ട പടം എന്ന് പറയേണ്ടി വരും. എൻ്റെ വീട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും ദിലീപേട്ടൻ്റെ മീശ മാധവൻ അങ്ങനത്തെ സിനിമകൾ, കല്യാണമൻ അങ്ങനത്തെ സിനിമകളുടെ ആരാധകനാണ്. അതിനുശേഷം പിന്നെ മഞ്ജു വാര്യർ ദിലീപ് കോമ്പിനേഷൻ വന്നപ്പോഴും അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ കാരണത്താലും പല പല പേഴ്സണൽ ആയ അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ വീട്ടിൽ കൂടുതലും ഉള്ളത് മഞ്ജു വാര്യർ ഫാൻസാണ്, ഞാൻ ഉൾപ്പെടെ. എന്നിട്ട് ഞങ്ങൾ പറയണതാണ്, ഞങ്ങൾ സിനിമ മാത്രമായിട്ട് കാണുന്നത്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു നല്ല സിനിമ, മീശമാധവൻ പോലെ ഒരു നല്ല സിനിമ വരാനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. രാംലീല ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. ഈവൻ രാംലീലയെ പോലും, രാംലീലയിൽ ദിലീപേട്ടൻ്റെ അമ്മയായിട്ടാണ് ശരത് കുമാറിൻ്റെ വൈഫ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇതിനകത്തും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്, അവർ തമ്മിൽ നല്ലൊരു കോംബോ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് വേറെ കുറേ ധർമ്മജനുണ്ട്, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് പടത്തിൽ. ഇവ നമ്മുടെ ജോണി ആൻ്റണി ഉണ്ട്. പുള്ളിക്കൊക്കെ കിട്ടിയിരിക്കുന്ന റോള് പുള്ളിക്കാരി അവരൊക്കെ ടിപ്പിക്കൽ റോളാണ്. അവർ എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ദിലീപേട്ടനാണെങ്കിലും ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ പട്ടിയായിട്ടുള്ള പോർഷൻ അത് എന്നെ സ്ട്രൈക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഒരു വൈബ് ഈ മനുഷ്യന് പട്ടികളായിട്ടുണ്ട്. പേഴ്സണലി വളരെയധികം പട്ടി സ്നേഹി ആയതുകൊണ്ടാവാം അത് നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സിനിമയിൽ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ദിലീപിൻ്റെ വീട്ടിൽ ഒരുപാട് പട്ടികളുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും. പക്ഷേ എന്തോ പുള്ളി പട്ടികളായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോഴേക്കും അതൊരു ഭയങ്കര കണക്റ്റാണ്. എനിക്കത് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ അത് എനിക്ക് പേഴ്സണലി അത് വർക്കായി. നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിട്ട് തോന്നി. അത് ഞാൻ പറയില്ലേ, വീണ്ടും ഞാൻ പറയണേ, മിഥുൻ മുകുന്ദൻ്റെ സംഗീതം അതിലൊരു വലിയ പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടാണ് എനിക്കിന്ന് ന്യൂസ് സെൻറ്ററിൽ പോയി കാണേണ്ടി വന്നത്. കാരണം രാവിലെ ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് ചെയ്ത് നേരെ ഓടി തിയേറ്ററിലേക്ക് പോയത് ഈ സിനിമ കാണാൻ വേണ്ടി. രാവിലത്തെ കുറേ ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വനിതയിലാണെങ്കിൽ ഓൾറെഡി കാസ്റ്റിംഗ് ക്രൂ ബുക്ക് ചെയ്ത് വെച്ചേക്കണായിരുന്നു. അതുകൊണ്ട് ഷെനൈസിലുള്ള ഷോ 2 മണിക്കായിരുന്നു. അപ്പം ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു തിയേറ്റർ നോക്കിയാണ് ഞാൻ ന്യൂസ് സെൻറ്ററിൽ എടുത്ത് പോയത്. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു തിയേറ്ററിൽ, ഓൾമോസ്റ്റ് ഫിൽഡായിരുന്നു. വോട്ടിംഗ് ദിവസമായിട്ട് കൂടിയും. എന്തായാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണോ, ഗംഭീര പടം, അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഫാമിലി ആയിട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ചിരിക്കാനുള്ള വകയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊരു ഒരു മരപ്പട്ടിയെ പിടിക്കണ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എവിടെയൊക്കെയോ എനിക്ക് മറ്റേ നമ്മുടെ താമരാക്ഷം പിള്ള ബസ്, നമ്മുടെ ആ പടം ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറേയൊക്കെ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചതായിട്ട്. പക്ഷേ കുറച്ച് കൂടിപ്പോയി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സംഭവം തമാശയുണ്ട്, നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഇച്ചിരി കൂടിപ്പോയ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അത്രയും വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ ഒരു ഫീൽ ഗുഡാണ്. എന്നെ സംബന്ധിച്ചൊരു നല്ല ഫീൽ ഗുഡ് പടമായിരുന്നു. പിന്നെ പാസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ള ട്രൊമാറ്റിക്കായ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ 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 ബെറ്റർ. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. എനിക്കിതിൽ ആ പാട്ടീനെ ഭയങ്കര ഇഷ്ടം. ബ്രോ സ്റ്റോൾ മൈ ഹാർട്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഇതിലെ നടീനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസാണ്. എന്തായാലും യു ഡിഡ് വെൽ. അപ്പോൾ ഡയറക്ഷൻ വൈസും അത്യാവശ്യം നല്ലൊരു ഡയറക്ഷനായിരുന്നു, മോശം പറയാനൊന്നും അങ്ങനെ തോന്നിയില്ല. കുറച്ച് ഫ്രഷ് ഷോട്ട്സും ഉണ്ടായിരുന്നു. ആരെ ക്യാമറ വർക്ക് ചെയ്യണേന്ന് എനിക്കറിയില്ല. നല്ല കളർഫുൾ പടം, ഇവിടെ ഒരു ഫാമിലി കളർഫുൾ പടം. അല്ലാതെ പുതിയതായിട്ട് മലയാള സിനിമക്ക് എന്തോ പൊൻതൂവൽ നല്ല ഭയങ്കര വെറൈറ്റി അങ്ങനെയൊന്നുമില്ല. ഒരു നല്ല സന്തോഷമായിട്ട് പടം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റിയ ടൈപ്പ് ഒരു സിനിമ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൊള്ളാം, നല്ല പടം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിടുക. വൈകുന്നേരം എനിക്ക് വേറൊരു സിനിമയുണ്ട്, അബിഗെയിൽ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ PVR ഫോറമോളിലാണ്. അത് ആകെ ഒരേ ഒരു ഷോയേ ഉള്ളൂ. അതെന്തായാലും ഞാൻ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. വേറെ സിനിമകൾ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഓൾറെഡി ഞാൻ കണ്ടു. അതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഇടണമെങ്കിൽ ഞാൻ ഇടാം. എന്തായാലും ബൈ ബൈ.